നമസ്കാരം. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻബോക്സിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. സോഷ്യൽ മീഡിയ കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ അലോസരപ്പെടുത്തിയ കാഴ്ചകളായിരിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ നടൻ സിദ്ദിഖിൻ്റെ മകൻ്റെ അകാല വിയോഗത്തിൽ നമ്മൾ കണ്ടത്. ആ ഒരു മരണാനന്തര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൽ ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചില വീഡിയോസും തംബ്നെയിൽസും ടൈറ്റിൽസും ഒക്കെ ഉണ്ടാവുകയുണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സെലിബ്രിറ്റികളിൽ ആരുടെയെങ്കിലുമൊക്കെ വിയോഗം അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത അതിഥികളായിട്ട് കുറേയധികം ആളുകൾ വരികയാണ്. അത് മരണാനന്തര ചടങ്ങ് എന്നില്ല, വിയോഗമെന്നില്ല, വിവാഹമെന്നില്ല, എല്ലായിടത്തേക്കും അവർ ഇടിച്ചു കയറുകയാണ്. അവർ അവിടെ ഒരു അവകാശം സ്ഥാപിക്കുകയാണ്. നിങ്ങൾ സെലിബ്രിറ്റിയാണ്, ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങടേക്ക് ഇടിച്ചു കയറും, ഞങ്ങളെ തടയാൻ പാടില്ല. വിവാഹത്തിൻ്റെ വേളയിൽ ഇവരെ തടഞ്ഞ ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു വാഗ്വാദങ്ങൾ വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, സിനിമ റിവ്യൂകൾ എടുക്കുന്ന ആളുകൾ, വഴിയിൽ കാണുന്ന എല്ലാ ആളുകളോടും അഭിപ്രായം ചോദിച്ച് അത് മോശം തംബ്നെയിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ, ഒരു വലിയ ക്രൗഡായിട്ട് ഇവർ വളർന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ഏതെങ്കിലും സെലിബ്രിറ്റി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരാധകരുടെ ഒരു കൂട്ടമായിരുന്നു ഓടി അടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയൊക്കെ തട്ടിമാറ്റി ആര് പുറത്തേക്ക് ഇറങ്ങിയാലും അവരൊക്കെ ഏതെങ്കിലും തംബ്നെയിലിന്റെ ഭാഗമായാൽ ക്ലിക്ക് കിട്ടാൻ സാധ്യത ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓടി അടുത്ത് വരികയാണ് ഇക്കൂട്ടര്. ഒരു മര്യാദയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. കഴിഞ്ഞ ദിവസം ആ ഒരു വിയോഗ വാർത്ത, അതിനെ തുടർന്ന് ആ ഒരു വീട്ടിൽ ഉള്ള ചടങ്ങുകൾ, അവിടേക്കൊക്കെ വരുന്ന ഓരോ സെലിബ്രിറ്റികളെയും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് നൂറുകണക്കിന് ആളുകൾ അവിടെ നിൽക്കുകയാണ്. അതിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അഭിനേത്രികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം. സ്പെഷ്യലി ഒരു വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കാറിൽ നിന്ന് ഇറങ്ങി മറയുന്നത് വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഇടാനും അത് കാണാനായിട്ടൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇത് കാണുന്നതോ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതോ പോട്ടെ എന്ന് വയ്ക്കാം. എന്നാൽ ഈ കമൻറ്റ് ബോക്സിൽ ഈ മരണത്തിൻ്റെ ആ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുശോചനങ്ങളല്ലാതെ ഈ വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട മോശം കമൻറ്റുകൾ, ആ ഒരു വിയോഗം നേരിട്ട ആ ഒരു കുടുംബത്തെക്കുറിച്ചിട്ടുള്ള ചില കമൻ്റ് അടികൾ, വളരെ മോശമായിട്ടുള്ള പരിഹാസങ്ങൾ, ഹാസ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രൈവസി ബ്രേക്ക് ചെയ്ത് വരുന്ന ഇക്കൂട്ടരെ നിയന്ത്രിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ തന്നെയാണ്. എല്ലാ ആളുകൾക്കും പ്രൈവസി ഉണ്ട്. അതിപ്പോൾ സെലിബ്രിറ്റികൾക്കാണെന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കാണെന്നുണ്ടെങ്കിലും പ്രൈവസി ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ അങ്ങ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആർക്കും പ്രൈവസി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു മോളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വ്ളോഗറുടെ ക്യാമറയിൽ പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളുടെ വീഡിയോസ് പകർത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഇല്ല. ഈ കുടുംബത്തിലേക്ക് ഇടിച്ചു കയറി വരാനായിട്ടുള്ള ഒരു അധികാരം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? വീട്ടിൽ ഒരാൾ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്, മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഒരാൾക്കും പിന്നെ ഒരു പേഴ്സണൽ ലൈഫ്, പ്രൈവറ്റ് ലൈഫില്ല. അവിടേക്കൊക്കെ ഇക്കൂട്ടർ ഇടിച്ചു കയറി വരികയാണ്. അത് കാണാനായിട്ട് ഇഷ്ടംപോലെ കാഴ്ചക്കാർ ഉണ്ട് താനും. മലയാളിയുടെ എല്ലാ ആൾക്കാരുടെയും എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ള ആ ഒരു വൈകൃത ചിന്താഗതിയിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ആളുകൾക്ക് ഒരു ഊർജം കിട്ടുന്നത്. അതേപോലെ തളർന്നിരിക്കുന്ന സമയത്തും വളരുന്ന സമയത്തും അവിടെ വന്ന് താഴ്ത്താനായിട്ടും അവരെ വേദനിപ്പിക്കാനായിട്ടും ഉള്ള ഈ നാട്ടുകാരുടെ ഒരു മനസ്സിനെ കുറിച്ചിട്ടും ഇവിടെ പറയേണ്ടതുണ്ട്. ഒരാൾ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അയാളെ കൂടുതൽ തളർത്തി ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണ്. അതിപ്പോൾ മരണമാണെന്നുണ്ടെങ്കിലും, വിവാഹം വേർപെടുത്തുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും, ഒരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും, ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തേക്കും വന്ന് ഒരു വ്യക്തിയെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ആളുകൾ കമൻറ്റ് ബോക്സിലും വീഡിയോകളിലും തംബ്നെയിലും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരണാനന്തര ചടങ്ങുകളെ കുറിച്ചിട്ട് മാത്രം പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ചടങ്ങുകളെ കുറിച്ചിട്ട്, അതിൻ്റെ മര്യാദകളെ കുറിച്ചിട്ട് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പോസ്റ്റ് സുരേഷ് സി പിള്ള എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അത് ഞാനൊന്ന് വായിക്കാം. വേറെ കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പോസ്റ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഫ്യൂണറൽ എറ്റിക്കറ്റ് അഥവാ ശവസംസ്കാര ചടങ്ങിൽ സ്വീകരിക്കേണ്ട ആചാര മര്യാദകൾ. ഇന്നലെ നടൻ സിദ്ദിഖിന്റെ മകൻ അകാലത്തിൽ മരിച്ചപ്പോൾ പിറകെ ക്യാമറയുമായി ഓൺലൈൻ ബ്ലോഗേഴ്സ് കൂടിയപ്പോൾ കടുത്ത വേദന തോന്നി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ശവസംസ്കാരം ഒരു പൊതു ചടങ്ങല്ല. വളരെ സ്വകാര്യമായ, വേണ്ടപ്പെട്ടവർക്ക് മാത്രം പങ്കെടുക്കുവാൻ ഉള്ളതായ ഒരു ചടങ്ങാവണം എന്നതാണ്. പലരും മൃതദേഹം കാണാൻ വരുന്നത് മരണപ്പെട്ട ആളോടുള്ള സ്നേഹം കൊണ്ടോ ആ കുടുംബത്തോടുള്ള അടുപ്പം കൊണ്ടോ അല്ല, മറിച്ച് അവിടെ നടക്കുന്ന വികാര പ്രകടനങ്ങൾ കാണാനാണ്. എൻ്റെ ഓർമ്മയിൽ ഉള്ള ഒരു അനുഭവം പറയാം. ഏകദേശം 30 വർഷം മുൻപാണ് വളരെ അടുപ്പമുള്ള ഒരു യുവാവ് മരണപ്പെടുന്നത്. ഞങ്ങൾ കുറെ കൂട്ടുകാരുമായി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വന്ന മറ്റൊരു സുഹൃത്ത് പറയുകയാണ്, ചേട്ടാ നിലവിളി ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്.
സമാനമായ അനുഭവം മറ്റൊരു അവസരത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ നിലവിളി കേൾക്കാനും വികാര പ്രകടനങ്ങൾ കാണാനും ശവസംസ്കാര ചടങ്ങിൽ പോകുന്നവർ ധാരാളം ഉണ്ടാകും. എങ്ങനെയാണ് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് മരണശേഷമുള്ള സ്വകാര്യതയും ബന്ധുക്കളുടെ സ്വകാര്യതയും മാനിക്കാൻ പറ്റുന്നത്? വിദേശത്തൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ള മാർഗരേഖകളുണ്ട്. എൻ്റെ 2 അനുഭവങ്ങൾ പറയാം. ഏകദേശം 15 വർഷം മുൻപാണ് ഒരു സഹപ്രവർത്തകന്റെ ഭാര്യ മരണപ്പെടുന്നു. അത്ര അടുപ്പമുള്ള ആളല്ല, എങ്കിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ ഡയറക്ടർ പോകുന്നുണ്ട്. കൂടെ ഞാനും ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്കാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പരിചയവുമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡേവിഡ്, എനിക്ക് പരിചയമില്ല, ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് താങ്കൾ പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, ഒന്നും അറിയാനില്ല സുരേഷ്, പൊതു സന്ദർശന സമയം അറിയണം, നിശബ്ദമായി നിൽക്കണം, ക്യൂ പാലിക്കണം, ബാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. ഞാൻ ചോദിച്ചു, പൊതു സന്ദർശന സമയമോ? അതെന്താണ്? ഞാൻ ഓർത്തു എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ട വീടുകളിൽ പോകാമെന്ന്. ഡേവിഡ് പറഞ്ഞു, അതായത് മരണ അറിയിപ്പുകൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പറയും പൊതുജനങ്ങൾക്കായുള്ള സമയം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ സന്ദർശന സമയം വൈകുന്നേരം 6 മുതൽ 10 വരെയാണ്. ബാക്കിയുള്ള സമയം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ ആലോചിച്ചു, എത്ര നല്ല ആശയമാണ്. ഇനിയും ഒരിക്കലും കാണാത്ത അവസ്ഥയിലേക്ക് പോകും മുൻപേ വേണ്ടപ്പെട്ടവരുടെ കൂടെ വളരെ സ്വകാര്യമായി സമയം ചെലവഴിക്കുക. നമ്മുടെ ദുഃഖം മറ്റുള്ളവർക്ക് മുൻപിൽ വെളിപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ 6 മണിയോടെ ഞാനും ഡേവിഡും അവിടെ ക്യൂ നിന്നു. ഏകദേശം 200ഓളം പേരുണ്ട്. ആരും സംസാരിക്കുന്നില്ല, ആരുടെ കയ്യിലും മൊബൈലില്ല. വളരെ അച്ചടക്കത്തോടെ ഓരോ ആൾക്കാരായി ശവപ്പെട്ടിയുടെ ചുറ്റും നീങ്ങുന്നു. 10 നിമിഷത്തോളം അവിടെ നിൽക്കുന്നു. ഭർത്താവിന്റെ അടുത്ത് ചെന്ന് ചിലർ മാത്രം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. മുൻപോട്ട് നീങ്ങുന്നു. ഇതൊരു ക്ലോസ്ഡ് കാസ്കറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ശവശരീരം കാണുന്നില്ല. ചില അവസരങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയുടെയോ കുടുംബങ്ങളുടെയോ തീരുമാനമായിരിക്കും അത്. വേറൊരു അവസരത്തിൽ പങ്കെടുത്ത ഫ്യൂണറിൽ ഓപ്പൺ കാസ്കറ്റ് ആയിരുന്നു. അവിടെ നമുക്ക് ആളെ കാണാൻ പറ്റും. പുറത്തിറങ്ങി അവിടെ ഒരുക്കിയിരുന്ന ചായയും ബിസ്ക്കറ്റും കഴിച്ചാണ് തിരികെ വന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ വർഷങ്ങളോളം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അച്ചടക്കമാണിത്. ഇതുപോലെയുള്ള അവസ്ഥ നാട്ടിൽ നടപ്പിലാകാൻ ചിലപ്പോൾ 50ഓ 100ഓ വർഷങ്ങൾ ഇനിയും എടുക്കും. എങ്കിൽ പോലും മരണപ്പെട്ട ആളിന്റെയും ബന്ധുക്കളുടെയും സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ട ചില മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫി, വീഡിയോ എന്നിവ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് മരണപ്പെട്ട വീടുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതാം. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും സന്ദർശന സമയത്ത് ഉപയോഗിക്കാൻ അനുവദിച്ചുകൂടാ. മരിച്ച ആളിന്റെ ചിത്രം, വിവരങ്ങൾ തുടങ്ങിയവ ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ ഇടാൻ അനുവദിക്കരുത്. സന്ദർശന സമയം കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുക. ഉദാഹരണത്തിന് പൊതു സന്ദർശനം രാവിലെ 10 മുതൽ 12 മണി വരെ മാത്രം. ബാക്കിയുള്ള സമയം കുടുംബങ്ങൾക്ക് മാത്രമായി ഉള്ളതാണ്. ദയവായി സ്വകാര്യത മാനിക്കുക എന്ന അറിയിപ്പ് കൊടുക്കാം. ക്യൂ പാലിച്ചേ മൃതദേഹം കാണാൻ അനുവദിക്കാവൂ. മൃതദേഹത്തിന്റെ അടുത്ത് 1 മിനിറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കരുത് എന്ന മാർഗനിർദ്ദേശവും കൊടുക്കാം. 1ഓ 2ഓ വോളണ്ടിയർമാരെ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായി നിർത്താം. സ്വകാര്യത എന്നാൽ ആഡംബരമല്ല, മറിച്ച് ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന് ഓർമ്മപ്പെടുത്താം. മരണ വീട്ടിൽ മൗനമാണ് കൂടുതൽ ഉചിതം. ആവശ്യമെങ്കിൽ മാത്രം മരിച്ച ആളിന്റെ ബന്ധുക്കളുമായി അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ചുരുക്കം വാക്കുകൾ ഉപയോഗിക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ പങ്കെടുത്ത ഫ്യൂണറൽ ചടങ്ങുകളിൽ കണ്ടിട്ടുള്ളത്, വളരെ അടുപ്പമുള്ളവർ ഐ എം സോറി ഫോർ യുവർ ലോസ്, നിങ്ങളുടെ വലിയ നഷ്ടത്തിൽ എനിക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് പറയുന്നതാണ്. അധികം അടുപ്പമില്ലെങ്കിൽ മൗനമായി കുറച്ച് നിമിഷം നിന്നിട്ട് മാന്യമായി തിരികെ പോരാം. ഏറ്റവും പ്രാധാന്യമുള്ളതും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതുമായ ഒരു കാര്യമാണ് മരിച്ചു കിടക്കുന്ന ആളിന്റെ സ്വകാര്യത. പ്രതീക്ഷിച്ചുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ബോഡി പ്രദർശിപ്പിക്കേണ്ടത് എന്ന്. അത് കൃത്യമായി പാലിക്കുക. ചിലർക്ക് മരണശേഷം തന്റെ ബോഡി പ്രദർശിപ്പിക്കാൻ താല്പര്യം കാണില്ല. അങ്ങനെയുള്ളപ്പോൾ ക്ലോസ്ഡ് കാസ്കറ്റ്, അടച്ച ശവപ്പെട്ടി എന്ന ആശയം നടപ്പിലാക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണിത്. തുറന്നു കാണുന്നത് വളരെ അടുപ്പമുള്ള ബന്ധുക്കൾക്ക് മാത്രമായി ചുരുക്കാം. സുരേഷ് സി പിള്ള എഴുതിയ ഒരു കുറിപ്പാണ്. വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. നമ്മൾ ഈ ഒരു കാര്യത്തിനനുസരിച്ചിട്ട് മാത്രം ഒരാളുടെ വിയോഗത്തെ നോക്കിക്കാണുക, ഒരു കുടുംബത്തെ നോക്കിക്കാണുക. ഒരു കമൻറ്റും ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള രീതി. നിങ്ങൾ ഏറ്റവും മോശം മലയാളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾ വെറും മലയാളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം, വെറും മാറ്റമൊന്നും വരാത്ത ഒരു ബിലോ ആവറേജ് മലയാളിയാണെങ്കിൽ മാത്രമാണ് ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആ മരണാനന്തര ചടങ്ങുകളിൽ വരുന്ന ആളുകളെ കുറിച്ചിട്ട് കമൻ്റ് അടിക്കാനും മരണത്തെ കുറിച്ചിട്ട് കമൻ്റ് അടിക്കാനും തോന്നുന്നത്. ആ ഒരു ബിലോ ആവറേജ് ചിന്താഗതിയുള്ള ആളുകളെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ആ ഒരു ബിലോ ആവറേജ് ചിന്താഗതി നമ്മളിൽപ്പെട്ട ആർക്കും വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. അങ്ങനെ വളരെ മര്യാദയോടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന, പ്രൈവസിയെ മാനിക്കുന്ന ആളുകളായിട്ട് മാറാനായിട്ടുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം മാറ്റങ്ങൾ വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.